ദൈവസഭയുടെ ആരംഭം മുതലുള്ള വിശ്വാസികൾ അനേക കഷ്ടങ്ങൾ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരുടെ അനുഭവങ്ങൾ വിവരണാതീതമാണ്. എങ്കിലും പ്രാണനെ വിലയേറിയതായി എണ്ണാതെ അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. 2-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു വിശ്വാസിയുടെ സാക്ഷ്യം പ്രശസ്ത പ്രസംഗനായിരിക്കുന്ന D.L. മൂഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ നിന്റെ വിശ്വാസം ത്യജിക്കണമെന്ന് ചക്രവർത്തി അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാനും പ്രേരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ചക്രവർത്തിയുടെ ആജ്ഞ നിരസിക്കുകയാണ് ഉണ്ടായത്. നീ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ നാട് കടത്തുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തി. അതിന് മറുപടിയായി അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: അങ്ങേക്ക് എന്നെ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചു കളയുവാൻ സാധിക്കും, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്ത് നിന്ന് എന്നെ അകറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയുന്നല്ല. ഇത് കേട്ട ചക്രവർത്തി കൂടുതൽ കോപിഷ്ഠനായി മാറി. നിന്റെ വസ്തുവകയെല്ലാം കണ്ടുകെട്ടുമെന്ന് ചക്രവർത്തി പറഞ്ഞതിന് എൻ്റെ നിക്ഷേപം കണ്ടെത്തുവാൻ അങ്ങേക്ക് കഴിയുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ചക്രവർത്തിയുടെ വികാരത്തിന് കൂടുതൽ ചൂട് പിടിച്ചു. നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ചക്രവർത്തി പറഞ്ഞു. അതിന് അദ്ദേഹം ശാന്തമായി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അതിന് അങ്ങേക്ക് കഴിയുന്നതല്ല, കാരണം 40 വർഷം മുമ്പേ ഞാൻ മരിച്ചതാണ്. പിന്നെ ആർക്കാണ് എന്നെ കൊല്ലുവാൻ സാധിക്കുന്നത് എന്നായിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ക്രിസ്തീയ സഭയുടെ ആരംഭം മുതൽ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായി വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതിന്നും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഈ വിധത്തിലുള്ള ഭീഷണികൾ ഉള്ളപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾക്ക് ലോകത്തിന് കൊടുക്കുവാൻ ഒരു സന്ദേശം ഉണ്ടായിരിക്കും. ഈ സന്ദേശം ലോകത്തിൻ്റെ വകയായിട്ടുള്ളതല്ല, ഇത് സ്വർഗീയ സന്ദേശമാണ്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നിത്യമായിട്ടുള്ളതും ആകുന്നു. താൽക്കാലികമായ ലോകം നിത്യമായ സന്ദേശങ്ങളോടെയാണ് ഏറ്റുമുട്ടുന്നത്. നിത്യമായതിനെ നശിപ്പിക്കാമെന്ന ലോകത്തിൻ്റെ ചിന്ത ഭോഷത്വം നിറഞ്ഞതാണ്. ലോകം ചിന്തിക്കുന്നതിലപ്പുറം ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും ക്രിസ്തീയ വിശ്വാസികൾ കഴിയുമെന്ന കാര്യത്തെ മറയ്ക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല. ക്രിസ്തീയ വിശ്വാസികളുടെ നിക്ഷേപം ഈ ലോകത്തിലല്ലായികയാൽ ഈ ലോകത്തിന് അവരുടെ നിക്ഷേപത്തെ തൊടാൻ ഒരിക്കലും കഴിയുന്നതല്ല. ആത്മാവിനെ തൊടുവാൻ ഈ ലോകത്തിന് അവകാശമില്ലാത്തതിനാൽ അവരുടെ ആത്മാവിന് യാതൊരു ക്ഷതവും ഏൽപ്പിക്കാൻ കഴിയുന്നതല്ല. ഈ രക്തസാക്ഷിയെ കൊല്ലുവാൻ മുഴങ്ങുന്ന ഭീഷണിയിൽ രക്തസാക്ഷി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: 40 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മരിച്ചുപോയി. നമ്മുടെ പഴയ മനുഷ്യൻ്റെ മരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. ജീവനെ അവഗണിച്ച് മരണത്തിന് മുമ്പിൽ പതറാതെ നിന്ന അനേകം ഭക്തന്മാർ ജീവസാക്ഷ്യം പുലർത്തിയവരാണ്. നിത്യയിൽ അവർക്ക് ഏറെ പ്രതിഫലം ലഭിക്കും. ആർക്കും കടക്കാരനാകാത്ത ദൈവം നാം കർത്താവിനെ ആദരിക്കുന്നതിന് തക്ക പ്രതിഫലം തരും. നമുക്ക് ദൈവവേലയിൽ ഉത്സാഹികളായി തീരാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ തളർത്തിക്കളയുമ്പോൾ കർത്താവിനെ മുറുകെ പിടിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എത്ര ബലമാണ് നൽകുന്നത്.